എല്ലാവർക്കും അമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും ചായ കൂടി കഴിഞ്ഞ് കാണും. സമയം 4 മണിയായി. അപ്പം ഞങ്ങൾ ഒരു ലൈവൊക്കെ കഴിഞ്ഞേച്ച് ഒരു ഇൻട്രോ അങ്ങ് പറയാമെന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി തുടങ്ങാമല്ലോ ഞങ്ങൾക്ക്. അപ്പം ഇന്ന് ഞങ്ങൾ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായതും എന്നാൽ ലളിതമായിട്ടും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നെയ്ച്ചോറാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത് ന്യൂ ഇയറിനാണ് ഞങ്ങൾ ചെയ്തത്. നെയ്ച്ചോറും വിത്ത് ചിക്കൻ റോസ്റ്റും ആയിരുന്നു അല്ലേ നമ്മുടെ റെസിപ്പി അത് ചെയ്തത്. അപ്പം നിങ്ങൾ ഈ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. പതിവ് പോലെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ട് കാണുന്നത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് വിചാരിക്കരുത്, മറക്കരുത്. അപ്പം ഇനിയും ഞങ്ങൾ കൂടുതൽ റെസിപ്പീസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇന്ന് നിങ്ങൾ നെയ്ച്ചോറ് കണ്ട് എങ്ങനെയാന്നൊക്കെ നോക്കാം. എന്നിട്ട് കമന്റുകളൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. ശരി, കിച്ചണിലേക്ക് പോയി നമുക്ക് ആ പരിപാടി ചെയ്ത് ഇട്ട് കൊടുക്കാം അല്ലേ, കാണാനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. എന്നിട്ട് നിങ്ങളുടെ രീതിയിലുള്ള അഭിപ്രായങ്ങൾ എല്ലാ റെസിപ്പീസിനും എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലും ഞാൻ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ പല ഇതും ഉണ്ടാകും, പലർക്കും വേറെ അഭിപ്രായങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക കമൻറ്റിൽ. അപ്പം ഞങ്ങൾക്കത് ചെയ്യാമല്ലോ. അപ്പം ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയൂ കേട്ടോ. അപ്പം ഞങ്ങൾ തുടങ്ങട്ടെ. ശരി, ഇത്തേക്കുള്ള മെനു ആണ് ചിക്കൻ റോസ്റ്റ് വിത്ത് ഗീ റൈസ്. അപ്പം ചിക്കൻ റോസ്റ്റ് ചെയ്ത് ചിക്കൻ റെഡിയാക്കി വെച്ചു. ഇനി അതിനുള്ള സവോള വഴറ്റി അതിൽ ചേർക്കണം. അതാണ് സവോള ഇവിടെ വഴറ്റാനായിട്ട്. അതിനുള്ള സവോള വഴറ്റാൻ ഇട്ടേക്കണം. അപ്പം ഗീ റൈസിനുള്ള ഇതേ കൊച്ചു റൈസാണെങ്കിൽ പിന്നെ വെള്ളം ഊറ്റുമ്പോൾ കാണിച്ചു തരാം. കൊച്ചു അരിയാണ്. ആ അരി 1.5 ഗ്ലാസ് അരി എടുത്തു. ഒരു 4-5 ആവർത്തി കഴുകി വെച്ച് വെള്ളത്തിലിട്ടേക്കണതാണ്. ഒരു 20-25 മിനിറ്റ് വെള്ളത്തിൽ കുതിർന്നതിന് ശേഷം നമുക്ക് വെള്ളം വാലാൻ വയ്ക്കണം. ഞാനൊരു 11:30 ആയപ്പോൾ ഇത് വെള്ളത്തിൽ ഇട്ടു കൂട്ടോ, കഴുകി. അരി കഴുകി വൃത്തിയാക്കി വെച്ച്. അപ്പം നമുക്ക് വെള്ളം ഊറ്റുമ്പോൾ കാണിക്കാം. അത് ചിക്കൻ്റെ സവോള ഉള്ളി 25 മിനിറ്റോളം അരി വെള്ളത്തിലിട്ട് കുതിർത്തി. ഇനി ഞാൻ പുറത്ത് കൊണ്ടുപോയിച്ച് വെള്ളം വാർന്നിങ്ങി കൊണ്ടുപോകാനെ കാണിച്ചു തരാം കേട്ടോ. ഇനി ഞങ്ങൾ റൈസ് റെഡിയാക്കാൻ പോവാം. അതായത് നെയ്ച്ചോറ് ഞങ്ങളുടെ തനതായ സ്റ്റൈലിലുള്ള നെയ്ച്ചോറാണ് തയ്യാറാക്കണം. അതിനായിട്ട് തവയിൽ ഈ ഏത് പാത്രത്തിലാണോ റൈസ് റെഡിയാക്കണമെന്ന് വെച്ചാൽ ആ പാത്രത്തിലെല്ലാം വഴറ്റിയെടുക്കണം. എന്നാന്ന് വെച്ചാൽ അതിൽ കിടന്ന് വഴന്ന് അതിൻ്റെ ടേസ്റ്റ് അതിൽ അരിയിലേക്ക് പിടിക്കണമല്ലോ. അപ്പം ഞങ്ങൾ ഇന്ന് വെള്ളം വറ്റിച്ചാട്ടോ എടുക്കണതാ. റൈസിൻ്റെ വെള്ളം വറ്റിച്ച് ഊറ്റി കളയണില്ല, വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പം ഇച്ചിരി ഗീയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. അതിനാണ് ഇത്രയും ഗീ ഞാൻ ഒഴിച്ചിരിക്കണത്. ഇത് ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിൽ ഇരിക്കണതുകൊണ്ടാണ് ഇച്ചിരി കല്ലിപ്പ് പോലെ ഇരിക്കുന്നത്. ഇത് മെൽറ്റായി വരുമ്പോൾ ഞങ്ങൾ ചേർക്കണ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് കാണിച്ചു തരാം. സ്വല്പം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു പൊടിക്ക് ഇതിനാവശ്യത്തിനുള്ള ഒരു തരി പെരിഞ്ചീരകം. ഇവിടെ പെരിഞ്ചീരകം വലിയ താല്പര്യം കുറവാണ്, കാരണം ഇച്ചിരി എടുത്തിട്ടുള്ളൂ. സ്വല്പം കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പൂ, ഏലക്കായ, തക്കോല, പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. അതും നമുക്കിതിലേക്ക് ഇടാം. റൈസിനൊരു സ്വല്പം ഇച്ചിരി ഒരു എരിവൊന്നും കിട്ടൂല, ഒരു മുളക് കീറി ഇട്ടിട്ടെന്ന് ഓർത്ത്, എങ്കിലും ഒരു പൊടിക്കൊരു ഇട്ടാക്കണം കേട്ടോ. ഇത് ഒന്ന് പതുക്കെ ഒന്ന് വഴന്ന പോലെ ഒരു ചൂടായി കഴിയുമ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ പകുതി സവോള ഇതിൽ വഴറ്റാൻ ചേർക്കും. കാരണം അരിയുടെ കൂടെ വേവിച്ചെടുക്കാനുള്ള സവോളയില്ല. ബാക്കി സവോള വഴറ്റി കാഷ്യൂവും മുന്തിരിങ്ങ എല്ലാം മിക്സ് ചെയ്ത് ഇതിൽ ചേർക്കുന്നുണ്ട് വഴറ്റി. അപ്പം ആ കൂടെ അത് ചേർക്കാം, ആ ഉള്ളി മീതെ ഡെക്കറേഷന് വേണ്ടി കേട്ടോ. ഇത് ജസ്റ്റ് ഇട്ട് വേവിക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഒരുവിധം വഴന്ന് കഴിഞ്ഞിട്ട് വേണം വെള്ളം ഒഴിച്ച് അരിയും ഉപ്പും എല്ലാം ചേർത്ത് വേവിക്കാനായിട്ട് വെക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ, ഒരു 3/4 വഴന്ന് വന്നെ, എന്നാലാണ് സവോളയുടെയൊക്കെ പച്ചപ്പൊക്കെ മാറിക്കിട്ടുണ്ടേ. ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ നമുക്ക് അരിയും വെള്ളമൊക്കെ ചേർക്കാം കേട്ടോ. അന്നേരത്തേക്ക് വെള്ളം ഊർന്നൊക്കെ അതിൻ്റെ അരിയുടെ റെഡി ആവുകയും ചെയ്തോളൂ. അരിയുടെ വെള്ളം ഊറ്റി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇച്ചിരി വെള്ളമൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തീരെ ചെറിയ അരിയാണ് ഞങ്ങൾ മേടിച്ചത്. അത് ഈ ബിരിയാണിയിൽ മേടിച്ചതിരുന്നതാണ്. അപ്പോൾ ഫ്രൈഡ് റൈസും ബിരിയാണി ഇങ്ങനെയുള്ളതൊക്കെ എപ്പോഴും കാണിക്കണമല്ലോ. അപ്പം ഞങ്ങൾക്ക് തോന്നി ഒരു നെയ്ച്ചോറാവട്ടെ എന്ന്. അപ്പം ന്യൂ ഇയറിൻ്റെ ഐറ്റം ആട്ടോ ഞങ്ങളുടെ നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും അല്ലേ.
കുരുമുളക്. ഞാനേ ഒരു തരി കുരുമുളക് ആദ്യം ഇടേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയി കേട്ടോ. ഈ നെയ്ച്ചോറ് അങ്ങനെ അധികം ഉണ്ടാക്കാത്ത ഒരു ഐറ്റം ആയതുകൊണ്ട് അതിനെപ്പറ്റി അത്ര എപ്പോഴും ഉണ്ടാക്കുവാണെങ്കിൽ ഓർത്തിരിക്കുള്ളൂ. അപ്പോൾ ഒരു തരി കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി അത് വഴന്ന് വരട്ടെ. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സവാളയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചിക്കൻ എന്ത് ചെയ്യും? ചിക്കൻ അപ്പുറത്ത് ഇരിപ്പുണ്ട്. ചിക്കൻ ഞാൻ കാണിച്ചു തരാം. ചിക്കൻ റോസ്റ്റ് ആണ്, നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ആട്ടോ. ഇത് സൂപ്പർ ആയിട്ടുണ്ട് കണ്ടാ, നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ചിക്കൻ കണ്ടപ്പോൾ എനിക്കിത് കഴിക്കാനുള്ള ടെംപ്റ്റേഷൻ നന്നായിട്ട് വന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നെയ്ച്ചോറിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം. നെയ്ച്ചോറ് ഇനി ഉണ്ടാക്കാനായിട്ട് സവാളയൊക്കെ വഴറ്റി കഴിഞ്ഞു എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേഗം അവിടേക്ക് തന്നെ തിരിച്ചു പോവാം. അത് കണ്ടോ, അത് അപ്പയുടെ പപ്പായാണ് ചെത്താൻ അവിടെ വെച്ചേക്കണം. അപ്പോൾ ഇനി നമുക്ക് നെയ്ച്ചോറിൻ്റെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് വരുന്നതായിരിക്കും. അപ്പുറത്ത് നെയ്ച്ചോറ് വെള്ളം വാങ്ങാൻ വെച്ചിട്ടുണ്ട്. ഓൾ സെറ്റ് ഫോർ റെഡി. സവോള നമ്മൾ ഇട്ട എല്ലാ ഐറ്റവും മൂപ്പ് പാകമായിട്ടുണ്ട്. ഈ പാകത്തിന് റൈസ് ചേർത്ത് വേവിച്ചെടുക്കണം. വെള്ളം ഉപ്പും ഒക്കെ ചേർക്കാം. റൈസ് അതിലേക്ക് ചേർക്കാം. റൈസ് ചേർത്ത് ഒരു 1-2 ഇളക്കിളക്കണം. 1-2 ഇളക്കിള കഴിഞ്ഞിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. നോർമൽ വാട്ടർ ആട്ടോ, ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ. ഇച്ചിരി നനവൊക്കെയുണ്ട്, വെള്ളം ചേർക്കാനുള്ളതല്ലേ. വെള്ളം ജസ്റ്റ് അതിൽ കിടക്കണമെന്ന് കുതിർന്ന് കഴിയുമ്പോൾ ഒന്ന് മാറ്റണമെന്നേ ഉള്ളൂ. ഫ്ലെയിം ഏറ്റവും സ്ലോയിലാണ്, സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, ഞാനത് ഓർത്തില്ല. ഏതായാലും അത്യാവശ്യം സ്വല്പം ഉപ്പിടാം. എന്നിട്ട് നമുക്ക് വെള്ളം ചേർക്കാം. ഒരു ഗ്ലാസ്സിന്, ഞാൻ ഈ അരിക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പം നമ്മൾ 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഏത് പാത്രമാണെങ്കിലും ആ പാത്രത്തിന്റെ അളവാട്ടോ ഞാൻ പറയണേ. അപ്പോൾ 1.5ക്ക് ഞാൻ 2.25 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കണം. ഇളക്കി വിട്ടേച്ച് നമുക്ക് മൂടി വെക്കാം. പിന്നെ ഞാൻ ഈ കുക്കറിൽ ഇങ്ങനെ ഈ റൈസ് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. തുറന്ന പാത്രമാകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം അതിൻ്റെ വേവുമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തുറന്ന തവയിലുണ്ടാക്കണം. തുറന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അടപ്പുള്ള തവയിലുണ്ടാക്കണം. അപ്പം ഇങ്ങനെ വെള്ളം ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വേവിൻ്റെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് വെച്ച് ഇത് വേവിച്ചെടുക്കാമല്ലോ. കുക്കറാകുമ്പോൾ അടഞ്ഞിരിക്കുമല്ലേ, വെയിറ്റും ഒക്കെ മാറ്റുമ്പോഴത്തേക്കും ചിലപ്പോൾ കുഴഞ്ഞു പോകും. എനിക്ക് അത്ര എക്സ്പേർട്ട് അല്ല കുക്കറിൽ നെയ്ച്ചോറുണ്ടാക്കാൻ. അപ്പം ദേ മൂടി വെക്കുക. ഇനി അവിടെ ഇരുന്ന് വേവട്ടെ. റൈസും വെള്ളം എല്ലാം ചേർത്ത് ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തിരിക്കണം. ജസ്റ്റ് ഒന്ന് തികന്ന് വരാനായിട്ട്. തികന്ന് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫ്ലെയിം കുറച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ അരിയിലേക്ക് ആ മസാലകളുടെ ടേസ്റ്റുകളെല്ലാം പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസിന് ടേസ്റ്റ് കിട്ടും. അപ്പം ഇപ്പം ഫുൾ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ടൈം ഒന്ന് നോക്കട്ടെ, 12:20 ഞാൻ മീഡിയത്തിലേക്ക് മാറ്റും. മീഡിയം അല്ല, ഏറ്റവും സിമ്മിലേക്ക് മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേവ് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി വിട്ട് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കിയിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോൾ സിമ്മിലേക്ക് ആക്കി. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആക്കണമെന്ന്. ഓൾമോസ്റ്റ് ഒക്കെ വെന്തു അല്ലേ? അപ്പം ഏതാണ്ടൊക്കെ ഒരു പരിവാങ്ങി സ്വല്പം ഞാൻ കുഴഞ്ഞു പോകാനായിട്ട് ഇങ്ങനെ ഇളക്കണം. സ്വല്പം അടിയിൽ വെള്ളം വറ്റാനുണ്ട്. ആ വെള്ളം വറ്റുന്നതോടുകൂടി ഇത് ഓൾറെഡി കുക്ക്ഡ് ആവും. അപ്പം നമുക്ക് ജസ്റ്റ് മൂടി വെക്കാം. ഇതേ ഞാൻ കാഷ്യൂം മുന്തിരിങ്ങയൊക്കെ വഴറ്റി മാറ്റി. ഇനി ഇതിന്റെ മീതെ അതുപോലെ ഇടാനുള്ള ഒരു സ്വല്പം, ഇത് നെയ്യിലാട്ടോ വഴറ്റിയേക്കണം ഇതിന്റെ. അതുപോലെ ഇതേ സവോളയും വഴറ്റാൻ ഇട്ടേക്കണം നെയ്യില. അത് വഴറ്റി കഴിഞ്ഞ് ഇത് അന്നേരത്തേക്കും വെള്ളമൊക്കെ വറ്റി വേവായിക്കോളും. അപ്പൊ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ മൂടുവാണ്, ഇത് മൂടിയിരിക്കണം. മൂടുക. ആവി വറക്കുന്നു. അടിപൊളി അടിപൊളി. മാറ്റിട്ടോ അടപ്പം. ഇനി നമുക്ക് മീതെ ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പ് അല്ലേ? ഞാനൊന്ന് ഇളക്കി കാണിക്കാമേ. ഓഫ് ചെയ്തു. ഇനി ഒന്ന് ഇളക്കി കാണിക്കാം. ദേ എൻ്റെ വേവും സംഭവമല്ല. കണ്ട നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. അതേ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ഡെക്കറേഷന് മുമ്പ് ഒന്നിന്
വിട്ടാ നിൽക്കണതാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തുറന്ന പാത്രത്തിലേ വേവിക്കുള്ളൂ. എനിക്ക് കുക്കർ അത്ര എക്സ്പേർട്ട് അല്ല ഇത് വേവിക്കാൻ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കി വേവുണ്ടോ? ചൂടുണ്ട്. വേവ് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് നല്ല നേരെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. വേവ് കറക്റ്റാണ്. കറക്റ്റാ. ഒരു ഗ്ലാസ്സിന് ഞങ്ങളുടെ ഈ അരിക്ക് 1.5 ഗ്ലാസ് നോർമൽ വാട്ടർ. ഒരു ഗ്ലാസ് അരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെരി വെരി ടേസ്റ്റ്. എനിക്ക് തോന്നിയായിരുന്നു. ഇനി നമുക്ക് ഇതെല്ലാം ചിരിച്ച് മീതെ അങ്ങ് വെതറാം അല്ലേ? ഇനി ഇതങ്ങ് മൂടി വെച്ചാൽ ഗ്യാസിന്റെ പുറത്തെ ബർണറിലേക്ക് വെച്ചാൽ ചൂടായിട്ടിരുന്നോളൂ. എല്ലാം ഇതിനുള്ളതെല്ലാം നെയ്ച്ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നെയ്യിലാണല്ലോ മൂപ്പിക്കുന്നത്. അപ്പൊ നെയ്യിൽ മൂപ്പിച്ചെടുത്താണ്. നെയ്യുടെ അധികം ടേസ്റ്റ് ഒന്നുമില്ലല്ലോ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നെയ്യുടെ അധികം ടേസ്റ്റ് ഉണ്ടോ? നെയ്യുടെ ടേസ്റ്റ് ആവശ്യത്തിനുണ്ട്. അതാ ചോദിച്ചത്. അധികമായി പോകരുത്. അതല്ലേ അമ്മ ചോദിച്ചു. നമുക്കൊരു ലാസ്റ്റ് ഒരു ടിപ്പ് ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ 2 പ്രാവശ്യം ആകെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളു ആകെ. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, അതിനെപ്പറ്റി അത്രയ്ക്കൊരു ഗ്രാഹ്യം ഇച്ചിരി കുറവാണ്. നമുക്ക് ലാസ്റ്റ് ഒരു പരിപാടി ചെയ്യാനുണ്ട്. ഇതും കൂടെ അങ്ങനെ ഇടാം. വെച്ചേക്കണ്ടല്ലോ. ഇതൊക്കെ കണ്ടാൽ ചിലപ്പോ പൂച്ചകൾക്കേ, ഇവിടെ ഉള്ള പൂച്ചകളെ, കുറച്ച് പൂച്ചകളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ റെഡിയാക്കി വെച്ചേച്ച് പോകുമ്പോൾ തിരിച്ചു വരുമ്പോ ചില സംഗതികളൊക്കെ കാണില്ല, ഇഷ്ടപ്പെട്ട സംഗതികളെ. ഇനി നമുക്ക് ചെയ്യാനുള്ളതാ, മല്ലിയില തൂകുന്നതിന് മുമ്പ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടിപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ഫ്രിഡ്ജിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു സ്വല്പം മെൽറ്റാവല് കുറവുണ്ട് കേട്ടോ. അതിപ്പോൾ ചൂടിലേക്ക് ചെല്ലുമ്പോൾ സ്വല്പം ഒരു കുഴി കുഴിച്ച് വെച്ച് അടിയിട്ട് വെച്ച് അതങ്ങ് പൊക്കോളും അതിലേക്ക്. അപ്പം സ്പ്രെഡായിട്ട് ടേസ്റ്റ് വന്നോളും. എടുക്കുമ്പോൾ നമുക്ക് ഇളക്കി അങ്ങ് എടുത്താൽ മതി. അപ്പം ഇത് ഞാൻ കാണാൻ വേണ്ടി ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചതാണ്. കഴിക്കാൻ നേരത്ത് എടുക്കുമ്പോൾ ഡെക്കറേഷൻ പോകും കേട്ടോ. അപ്പം പ്രേക്ഷകരെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണ്ടേ ഞങ്ങളുടെ നെയ്ച്ചോറ്. ഇനിയിപ്പം ചിക്കൻ ചൂടാക്കിയതൊരു കണ്ടെയ്നറിലേക്കിട്ട് അതും കാണിക്കാം. പിന്നെ ഒരു തൈര് സാലഡ് ഉണ്ടാക്കണം. അത് രണ്ടും ഇതിനെ ഞങ്ങൾക്ക് കറിയുള്ളൂ കേട്ടോ. അധികം കറിയൊന്നുമില്ല. ഈ ക്രിസ്മസ് പ്രമാണിച്ച് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നോണ്ടേ എടുക്കാം. അടിപൊളി. എന്തായാലും കുറച്ച് പൊടിയൂലും എടുക്കമ്പേ. ഉണ്ടോ നല്ല നെയ്യൊക്കെ പെരണ്ടിരിക്കണം. നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. നെയ്യ് പെരണ്ടിരിക്കണമെന്ന് തന്നെയല്ല, ഒട്ടും കുഴഞ്ഞിട്ടില്ല ഒച്ച, കുഴച്ചിലില്ലാതെ. ഇനി ഞാൻ റൈസ് കട്ടർ എടുക്കട്ടെ കേട്ടോ. ഇതും കൊണ്ട് കോരി അത്ര പെർഫെക്റ്റ് ആവില്ല. റൈസ് കട്ടറും കൊണ്ട് എടുക്കാം. മീതെയുള്ള ഇത് എടുക്കണ്ടേ, അതിന് വേണ്ടി എടുക്കാം. ഞാൻ ആദ്യം കരുതി ഒരു ബൗളിൽ ഇങ്ങനെ ചെയ്യാമെന്ന്, പിന്നെ ഓർത്ത് വേണ്ട, ഇങ്ങനെ തന്നെ കഴിക്കാനുള്ള പാത്രത്തിൽ ഇതാ നല്ലത്. അല്ല, പാത്രത്തിൽ ഏതായാലും കറികളും ഒക്കെ നിരത്തണം. അപ്പം പിന്നെ ഇതാ നല്ലതെന്ന് തോന്നി. ഇങ്ങനെ എടുത്ത് വെച്ച് കറികളൊക്കെ വെക്കട്ടെ. ചിക്കൻ റോസ്റ്റ്, ബീഫും മറ്റേ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ അല്ലാത്തതുകൊണ്ട് എടുത്തില്ല. ചിക്കൻ റോസ്റ്റ്. ഹായ്. ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ വളരെ കുറച്ച്. ഇവളാണ് ചിക്കൻ കുതിച്ചിക്കാരി. ഞങ്ങൾക്ക് ചിക്കൻ കുറവാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ്. മതിയോ? ഇനി സാലഡ് അല്ലേ? സാലഡ് സൈഡിൽ മതിയോ? അതെയോ വേറെ ബൗൾ? വേറെ ബൗളൊന്നും വേണ്ട. അപ്പയ്ക്ക് വേറെ ബൗളാണ് കൊടുക്കണം. മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. അത് കഴിക്കുക അല്ലേ? സൂപ്പർ ലഞ്ചായിട്ടുണ്ട് കേട്ടോ. അടിപൊളി. വേറെ എന്ത് വേണം? ഇതൊക്കെ മാറ്റി വെക്കാം, തണുപ്പ് പോവും.